നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. പിണറായി വിജയൻ നേതൃസ്ഥാനമൊഴിയാതെ കേരളത്തിൽ സിപിഎം രക്ഷപ്പെടില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് പിണറായിയെ മാറ്റാൻ സിപിഎം കേന്ദ്ര നേതൃത്വത്തിന് ഭയമാണെന്നും കെ സുരേന്ദ്രൻ. കരുവന്നൂർ ഉൾപ്പെടെ അഴിമതി പണം കൈപ്പറ്റിയ കേന്ദ്ര നേതൃത്വത്തിന് പിണറായി വിജയനെ തിരുത്താൻ കഴിയില്ല. ഷൊർണൂർ കുളപ്പുള്ളി പാതയുടെ തകർച്ചയ്ക്കെതിരെ പ്രതിഷേധവുമായി സിപിഎം. PWD AEയെ ഉപരോധിച്ചു. കരാറുകാരനെ മാറ്റണമെന്നും പാതയുടെ തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നും ആവശ്യം. ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച തൃശൂർ മാടക്കത്തറ പഞ്ചായത്തിലെ സ്വകാര്യ പന്നി ഫാമിൽ കള്ളിംഗ് ആരംഭിച്ചു. നടപടി ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം. കള്ളിങ്ങിന് വിധേയമാക്കുന്നത് ഫാമിലെ 310 പന്നികളെ. മേഖലയിൽ ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ്. അഗളിയിൽ വീണ്ടും വൻ കഞ്ചാവ് ചെടിവേട്ട. എക്സൈസ് നടത്തിയ പരിശോധനയിൽ 81 തടങ്ങളിൽ നിന്നായി 604 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. വിപണിയിൽ 10 ലക്ഷത്തോളം മൂല്യമുള്ളതാണ് ഈ ചെടികളെന്ന് അധികൃതർ. തൃശൂർ അരിമ്പൂരിൽ സെന്റ് ആന്റണീസ് പള്ളിയിലെ ഗീവർഗീസ് സഹദയുടെ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ മോഷണം. തീർത്ഥകേന്ദ്രത്തിന്റെ ചില്ലു തകർത്ത് 100 ഗ്രാം തൂക്കമുള്ള 2 വിദേശ നിർമ്മിത കൊന്തമാലകൾ കവർന്നു. വിദ്യാർത്ഥികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റ പഴയന്നൂർ സ്വദേശി അറസ്റ്റ്. വാർത്തകൾ വിശദമായി. പിണറായി വിജയൻ നേതൃസ്ഥാനമൊഴിയാതെ കേരളത്തിൽ സിപിഎം രക്ഷപ്പെടില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റാൻ കേന്ദ്ര നേതൃത്വത്തിന് ഭയമാണ്. എനിക്കുശേഷം പ്രളയമെന്നതാണ് പിണറായി വിജയന്റെ ശൈലി. കരുവന്നൂർ ഉൾപ്പെടെ അഴിമതി പണം കൈപ്പറ്റിയ സിപിഎം കേന്ദ്ര നേതൃത്വത്തിന് വിജയനെ തിരുത്താൻ കഴിയില്ല. ഭൂരിപക്ഷ സമൂഹത്തെ ആക്ഷേപിച്ച് സിപിഎമ്മിനെന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നിലനിൽക്കാനാകില്ലെന്നും കെ സുരേന്ദ്രൻ പാലക്കാട്ട് പറഞ്ഞു. സിപിഐഎം അവരുടെ പ്രഖ്യാപിത വർഗീയ പ്രീണന നിലപാട് അവസാനിപ്പിക്കാതെ അവരെത്ര അവലോകനം നടത്തിയിട്ടും കാര്യമില്ല. ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിച്ചും അപമാനിച്ചും അവഹേളിച്ചും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇനി കേരളത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കനത്ത തിരിച്ചടിയായിരിക്കും ഇനി വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കേരളം നൽകാൻ പോകുന്നത്. സിപിഎം ഇപ്പോൾ ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിച്ച് ന്യൂനപക്ഷ പിന്തുണ നേടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫലത്തിൽ അവർക്ക് രണ്ടുപേരുടെയും പിന്തുണ നഷ്ടമായിരിക്കും. ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയും നഷ്ടമായി, ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണയും നഷ്ടമായി. അതുകൊണ്ട് CPIM ശരിയായ പരിശോധന നടത്തി തെറ്റ് തിരുത്താൻ തയ്യാറാവണം. ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിച്ചതിന് ആ സമുദായത്തോട് മാപ്പ് പറഞ്ഞ് ഞങ്ങൾ തെറ്റ് തിരുത്തുകയാണെന്ന് പറയണം. അല്ലാതെ വീണ്ടും വീണ്ടും വർഗീയ പ്രീണനത്തിലേക്കും മതമൗലികവാദ ശക്തികളെ ചേർത്ത് പിടിക്കാനും CPIM തയ്യാറായാൽ അവർ ഇനിയും തകർന്ന് തരിപ്പണമാവുകയുള്ളൂ. ഇപ്പോഴത്തെ അവരുടെ വിശകലനം യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ അറിഞ്ഞുകൊണ്ടുള്ള വിശകലനമല്ല. അവരുടെ നയപരമായ തീരുമാനങ്ങൾ തെറ്റിപ്പോയി. അവരുടെ നേതാക്കന്മാരുടെ ധിക്കാരവും അവരുടെ നേതാക്കന്മാരുടെ അഴിമതിയുമാണ് ആ പാർട്ടിയെ ഈ തകർച്ചയിലേക്ക് നയിച്ചത്. അതിൽ നിന്ന് മോചിതരാവാൻ അവർക്ക് അടുത്ത കാലത്തൊന്നും സാധിക്കില്ല. പിണറായി വിജയൻ നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് കേരളത്തിൽ ഇനി മാർക്സിസ്റ്റ് പാർട്ടിയോ ഇടതുമുന്നണിയോ ഗുണം പിടിക്കാൻ പോകുന്നില്ല. ഷൊർണൂർ കുളപ്പുള്ളി പാതയുടെ തകർച്ചയ്ക്കെതിരെ പ്രതിഷേധവുമായി CPIM. പ്രതിഷേധവുമായി ഷൊർണൂർ PWD ഓഫീസിലെത്തിയ CPM നേതാക്കളും പ്രവർത്തകരും AEയെ ഉപരോധിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് CPM പ്രവർത്തകർ PWD ഓഫീസിലെത്തി ഉപരോധ സമരം ആരംഭിച്ചത്. കരാറുകാരനെ ഉടൻ മാറ്റണമെന്നും പാതയുടെ തകർച്ച ഉടൻ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു CPM നേതൃത്വത്തിൽ ഉപരോധ സമരം. CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്, നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു, CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, RG പിള്ള, M. നാരായണൻ, KN അനിൽകുമാർ, കൗൺസിലർമാരായ CK സൗമ്യ, P. ജിഷ, T. ലത തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉദ്യോഗസ്ഥ അലംഭാവത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് CPM നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ ജില്ലയിലെ മാടക്കത്തറ പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പഞ്ചായത്തിലെ പന്നി ഫാമിൽ കള്ളിംഗ് നടത്താൻ ഉത്തരവ്. 14-ാം വാർഡിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ 310 പന്നികളെ കള്ളിങ്ങിന് വിധേയമാക്കും. പന്നികളെ കള്ളിംഗ് ചെയ്ത് മറവ് ചെയ്യാൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർക്ക്
ജില്ലാ കളക്ടറാണ് നിർദ്ദേശം നൽകിയത്. ജൂലൈ 5 രാവിലെ 7 മുതൽ ഡോക്ടർമാർ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ, അറ്റൻഡർമാർ എന്നിവരടങ്ങുന്ന RRT സംഘം കള്ളിംഗ് പ്രക്രിയ ആരംഭിച്ചു. ഇതിനുശേഷം പ്രാഥമിക അണുനശീകരണ നടപടികൾ കൂടി സ്വീകരിക്കും. ഫാമിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു. രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും പന്നിമാംസം വിതരണം ചെയ്യൽ, ഇത്തരം കടകളുടെ പ്രവർത്തനം, പന്നികൾ, പന്നിമാംസം, തീറ്റ എന്നിവ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്, മറ്റു പ്രദേശങ്ങളിൽ നിന്ന് രോഗബാധിത മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് എന്നിവ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിർത്തിവെക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച പന്നി ഫാമിൽ നിന്ന് മറ്റ് ഫാമുകളിലേക്ക് കഴിഞ്ഞ 2 മാസത്തിൽ പന്നികളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. തൃശ്ശൂരിലേക്കോ ജില്ലയിൽ നിന്ന് പുറത്തേക്കോ പന്നിമാംസവും പന്നികളെയും അനധികൃതമായി കടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ചെക്ക് പോസ്റ്റുകളിലും ജില്ലയിലെ മറ്റ് പ്രവേശന മാർഗങ്ങളിലും പോലീസ്, RTO എന്നിവരുമായി ചേർന്ന് മൃഗസംരക്ഷണ വകുപ്പ് കർശന പരിശോധന നടത്തും. രോഗം സ്ഥിരീകരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിൽ പോലീസ്, മൃഗസംരക്ഷണ വകുപ്പ്, ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർ എന്നിവർ ഉൾപ്പെട്ട റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിമാർക്കും ചുമതല നൽകി. മാടക്കത്തറ പഞ്ചായത്തിൽ രോഗം സ്ഥിരീകരിച്ചതിനാൽ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലും മുൻകരുതലുകൾ സ്വീകരിക്കും. മറ്റു ഭാഗങ്ങളിൽ പന്നിപ്പനി വൈറസ് കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ, വില്ലേജ് ഓഫീസർമാർ, റൂറൽ ഡയറി ഡെവലപ്മെൻറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ ബന്ധപ്പെട്ട വെറ്റിനറി ഓഫീസറെ അറിയിക്കേണ്ടതാണ്. തുടർന്ന് വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ, വടക്കാഞ്ചേരി നഗരസഭ, തെക്കുംകര, പാണഞ്ചേരി, പുത്തൂർ ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയാണ് നിരീക്ഷണ മേഖലയിൽ ഉൾപ്പെടുന്ന മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ. ആഫ്രിക്കൻ പന്നിപ്പനി H1N1 പനിയുടെ പ്രതിരോധത്തിൽ നിന്നും വ്യത്യസ്തമാണ്. പന്നികളിൽ മാത്രം കണ്ടുവരുന്ന രോഗമായതിനാൽ ആഫ്രിക്കൻ പന്നിപ്പനി മറ്റ് മൃഗങ്ങളിലേക്കോ മനുഷ്യരിലേക്കോ പകരാനുള്ള സാധ്യത കുറവാണെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. വിദ്യാർത്ഥികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ പഴയന്നൂർ സ്വദേശി അറസ്റ്റിൽ. പഴയന്നൂർ കുമ്പളക്കോട് കുന്നംപള്ളി വീട്ടിൽ 44 വയസ്സുള്ള രതീഷിനെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികളിലൂടെ നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതായി സ്കൂൾ അധികൃതർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിയത്. കേസ് രജിസ്റ്റർ ചെയ്ത പ്രതിയെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇൻസ്പെക്ടർ ബിജോയ്, സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് നടപടി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അഗളിയിൽ വീണ്ടും വൻ കഞ്ചാവ് ചെടിവേട്ട. 81 തടങ്ങളിൽ നിന്നായി 604 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. വിപണിയിൽ ഏകദേശം 10 ലക്ഷത്തോളം മൂല്യമുള്ളതാണ് ഈ ചെടികൾ. അഗളി മേഖലയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് അട്ടപ്പാടി ട്രൈബൽ താലൂക്കിൽ പാടവയൽ വില്ലേജിലെ മുരുകള ഊരിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ തെക്കുമാറി സത്യക്കൽ പാറയുടെ മലയിടുക്കുകൾക്കിടയിൽ നിന്നായി 81 തടങ്ങളിലായി 1 മാസം മുതൽ 3 മാസം വരെ പ്രായമുള്ള പല വലിപ്പത്തിലുള്ള 604 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. വിപണിയിൽ ഏകദേശം 10 ലക്ഷത്തോളം മൂല്യമുള്ളതാണ് ഈ ചെടികൾ. എക്സൈസ് ഇൻസ്പെക്ടർ അശ്വിൻ കുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. കഴിഞ്ഞ 1 മാസക്കാലമായി ഈ പ്രദേശങ്ങൾ എക്സൈസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. തുടർന്ന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. പുലർച്ചെ 6 മണിയോടെ വനം വകുപ്പിൻ്റെ കൂടി സഹായത്തോടെയാണ് റെയ്ഡ് നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് അഗളി എക്സൈസ് റേഞ്ച് ഓഫീസ് NDPS നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളായി ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. സമീപകാലത്തെ ഏറ്റവും വലിയ കഞ്ചാവ് ചെടി വേട്ടയാണിത്. കഴിഞ്ഞ മാസം അഗളി റേഞ്ച് 436 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിൽ അന്വേഷണം ഊർജിതമാക്കുമെന്നും സമാന കേസുകളിൽ ഉൾപ്പെട്ടവരെ നിരീക്ഷിച്ചു വരികയാണെന്നും കൂടുതൽ പ്രദേശങ്ങളിൽ സമാന രീതിയിലുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ട് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അരിമ്പൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെ ഗീവർഗീസ് സഹദായുടെ തൃശൂർ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ മോഷണം. അടുത്തിടെ നവീകരിച്ച തീർത്ഥകേന്ദ്രത്തിന്റെ ചില്ല് തകർത്താണ് മോഷണം നടന്നത്. രൂപക്കൂട്ടിലെ പുണ്യാളൻ്റെ രൂപത്തിൽ ചാർത്തിയിരുന്ന 100 ഗ്രാം തൂക്കം വരുന്ന 2 വിദേശ നിർമ്മിത കൊന്തമാലകൾ മോഷണം പോയി. ഒരു വിശ്വാസി സംഭാവന ചെയ്തതാണ് ഈ മാലകൾ.
തീർത്ഥകേന്ദ്രത്തിൻ്റെ മുന്നിൽ വച്ചിരുന്ന കോൺക്രീറ്റ് കട്ട ഉപയോഗിച്ചാണ് ചില്ല് തകർത്തത്. ഈ കട്ട ഉപയോഗിച്ച് ഭണ്ഡാരം തകർക്കാനുള്ള ശ്രമം നടന്നിരുന്നു. വെള്ളിയാഴ്ച രാവിലെ പള്ളിയിലേക്കെത്തിയ വിശ്വാസികളാണ് ചില്ല് തകർന്നു കിടക്കുന്നത് കണ്ടത്. തുടർന്ന് പള്ളി കമ്മിറ്റിക്കാരെത്തി പോലീസിൽ വിവരമറിയിച്ചെന്ന് വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട്, ട്രസ്റ്റി സിജോ ജോൺ കുണ്ടുകുളങ്ങര എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച ഹോമിയോ ആശുപത്രി നാടിന് സമർപ്പിച്ചു. ആശുപത്രിയുടെ ഉദ്ഘാടനവും ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫും കെ രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. MP-ആയി ചുമതലയേറ്റതിനു ശേഷമുള്ള കെ രാധാകൃഷ്ണന്റെ ആദ്യ പൊതുപരിപാടി കൂടിയാണിത്. നല്ലപോലെ പഠിച്ച് ഉത്തരവാദിത്വം നിറവേറ്റുന്ന കുട്ടികളായിട്ട് കുട്ടികളും മാറി. പഠിച്ച് മിടുക്കരാകുന്നത് എന്തിനായിരിക്കണം എന്നുള്ള ചിന്ത കൂടി നമ്മുടെ മനസ്സിലുണ്ടാകും. ഏറ്റവും നല്ല കുട്ടികളായിട്ട് വളർന്നു വരുന്നത് ഏറ്റവും നല്ല മനുഷ്യരായി നമ്മുടെ സമൂഹത്തെ സേവിക്കാൻ കഴിയുന്നവരായിട്ട് മാറുന്നു. നമ്മുടെ നാടിനെ സേവിക്കാൻ കഴിയുന്നു. നമ്മുടെ നാടിന് നന്മ ചെയ്യുന്നവരായി മാറാൻ കഴിയും. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ചടങ്ങിൽ വെച്ച് SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കെ രാധാകൃഷ്ണൻ MP ഉപഹാരം നൽകി അനുമോദിച്ചു. ചെറുതുരുത്തി കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MV സുചിത്ര, PA യൂസഫ്, M ബിന്ദു, KR ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഫൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീതു പ്രേം, ചെറുതുരുത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KA ഷെരീഫുദ്ദീൻ, സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ HM ആൻസിയമ്മ, പഞ്ചായത്ത് സെക്രട്ടറി NM ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് പുതുശ്ശേരിയിൽ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും പുഴ കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് അറുതിയായില്ല. പുതുശ്ശേരി സെക്കൻഡ് വില്ലേജിൽ നരസിംഹപുരം അമ്പലമേട്ടിലെ കോരയാർ പുഴ കയ്യേറിയാണ് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും പൂർവ്വസ്ഥിതിയിൽ സംരക്ഷിക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് പുതുശ്ശേരി പഞ്ചായത്തിലെ കോരയാർ പുഴ കയ്യേറി നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. പരാതിയെ തുടർന്ന് സ്ഥലപരിശോധന നടത്തിയ അധികൃതർ പുഴ കയ്യേറിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ ഭൂമാഫിയകൾ തയ്യാറായിട്ടില്ല. നെൽപ്പാടമുൾപ്പെടെ നിസ്സാര വിലയ്ക്ക് വാങ്ങിക്കൂട്ടിയ ഏക്കർ കണക്കിന് ഭൂമിയിലേക്ക് ഗതാഗത സൗകര്യമൊരുക്കാനാണ് പുഴ നികത്തി റോഡ് നിർമ്മിക്കുന്നത്. പുതുശ്ശേരി കഞ്ചിക്കോട് വ്യവസായ മേഖലയോട് ചേർന്ന് കിടക്കുന്ന നരസിംഹപുരത്തെ ഭൂമി മറച്ചുവിറ്റ് കോടികൾ നേടുകയാണ് ഭൂമാഫിയയുടെ ലക്ഷ്യം. പുഴയിൽ 2.5 മീറ്ററോളം മണ്ണും കല്ലുമിട്ട് നികത്തിയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം, പഞ്ചായത്ത് രാജ് നിയമം, പൊതുസ്ഥല കയ്യേറ്റം തുടങ്ങി വിവിധ വകുപ്പുകളിൽ ചേർത്ത് കേസെടുക്കാവുന്ന പുഴ കയ്യേറ്റത്തിനെതിരെ പഞ്ചായത്ത്, വില്ലേജ്, RDO ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ പരാതി നൽകിയിട്ടും കാര്യമായ നടപടിയുണ്ടാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. പഞ്ചായത്തിൻ്റെ നടപടി സ്റ്റോപ്പ് മെമ്മോയിൽ ഒതുങ്ങി. ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ദുരയും പണക്കൊതിയുമാണ് ഭൂമാഫിയകൾക്ക് തണലാകുന്നതെന്ന് മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഡയറക്ടറും പരാതിക്കാരനുമായ പള്ളത്തേരി നൊച്ചിപ്പുള്ളി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇത് സംരക്ഷിക്കാനും വേണ്ടി പോരാടുന്ന ഏറ്റവും ശക്തമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ പൊതുമുതലായ ഈ പുഴ കയ്യേറ്റം നടത്തി, റിയൽ എസ്റ്റേറ്റ് ഭൂമാഫിയകൾ കയ്യേറ്റം നടത്തി പുഴയിലൂടെയുള്ള റോഡ് നിർമ്മാണം നടക്കുകയായിരുന്നു. ഈ റോഡ് നിർമ്മാണം നടക്കുന്ന സമയത്ത് തന്നെ കളക്ടറുടെയും RDOയുടെയും ഉന്നത അധികാരികളുടെയും കേന്ദ്രങ്ങളിൽ പരാതി കൊടുക്കുകയും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അധികാരികൾ വന്ന് സ്ഥല പരിശോധന നടത്തി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും ആ വർക്ക് നിർത്താതെ, നിർമ്മാണം നിർത്താതെ റിയൽ എസ്റ്റേറ്റ് ഭൂമാഫിയകൾ അവിടെ റോഡ് നിർമ്മാണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി വൻ പണപ്പിരിവ് അഴിമതിക്കാരനായതുകൊണ്ട് കെട്ടിപ്പൊക്കാനുള്ള സമയം നീട്ടിക്കൊടുക്കുകയാണ് ഉണ്ടായത്. തുടരെയുള്ള നമ്മളുടെ ഫോളോപ്പിങ്ങും RDOയും കളക്ടറെയും വിളിച്ച് പരാതിപ്പെടുകയും ഉണ്ടായതുകൊണ്ട് RDO എന്ന് വരെ അന്വേഷണ ഉത്തരവിട്ട് ഇപ്പോൾ അത് പൊളിച്ചു മാറ്റാനുള്ള ഉത്തരവിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആയതുകൊണ്ട് പൊതുമുതൽ സംരക്ഷിക്കാൻ, സർക്കാരിൻ്റെ പൊതുമുതലും നിയമവും സംരക്ഷിക്കാൻ, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ 44 നദികളും സംരക്ഷിക്കുകയാണ് ഉണ്ടാവേണ്ടത്. വരും തലമുറയ്ക്ക് ജീവിക്കണമെങ്കിൽ ശുദ്ധജലവും വായുവും അന്നവും ഉണ്ടാവണം. അതുണ്ടാകണമെങ്കിൽ ഈ പറയുന്ന പുഴയും ഈ പറയുന്ന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവും സംരക്ഷിക്കാൻ സർക്കാരും നിയമവും ഉണ്ടാവണം. ആ നിയമം നടപ്പിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
കാർഷിക വികസന വകുപ്പും കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകുറിശി കൃഷിഭവനിൽ നടത്തിയ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. കർഷകർക്കായി സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്തയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ദേവദാസ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. പരിപാടിയിൽ പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എം. കേരളകുമാരി അധ്യക്ഷയായി. 3-ാം വാർഡ് മെമ്പർ ഇ.ആർ. രാമദാസ് മുഖ്യപ്രഭാഷണം നടത്തി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജൂലി ജോർജ് കൃഷി വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് കർഷകർക്ക് പരിചയപ്പെടുത്തി. കർഷകർക്കായി വിവിധയിനം പച്ചക്കറി തൈകൾ, ഫലവൃക്ഷ തൈകൾ, ജൈവവളങ്ങൾ, സ്യൂഡോമോണാസ്, പൂച്ചെടികൾ, ചെടിച്ചട്ടികൾ, ജൈവ അരി, മഞ്ഞൾപ്പൊടി തുടങ്ങിയവ വിപണനത്തിനായി ലഭ്യമാക്കി. ഡ്രോൺ സാങ്കേതിക വിദ്യ പ്രസ്തുത പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിച്ചു. പെരിങ്ങോട്ടുകുറിശി കൃഷി ഓഫീസർ സി.ആർ. അർച്ചന സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കൃഷി അസിസ്റ്റന്റ് ടി. സത്യപാലൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം നടന്നു. SLC+2 ജേതാക്കളെ അനുമോദിക്കുന്നതിനായി സംഘടിപ്പിച്ച ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ. സാബിറ, സ്കൂൾ പ്രിൻസിപ്പൽ മനോജ്, ഹെഡ്മാസ്റ്റർ കെ. സുരേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, ബ്ലോക്ക് മെമ്പർ സുരേഷ് മോഹനൻ, വാർഡ് മെമ്പർ വിജിത തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പിണറായി വിജയൻ നേതൃസ്ഥാനമൊഴിയാതെ കേരളത്തിൽ CPM രക്ഷപ്പെടില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് പിണറായിയെ മാറ്റാൻ CPM കേന്ദ്ര നേതൃത്വത്തിന് ഭയമാണെന്നും കെ. സുരേന്ദ്രൻ. കരുവന്നൂർ ഉൾപ്പെടെ അഴിമതി പണം കൈപ്പറ്റിയ കേന്ദ്ര നേതൃത്വത്തിന് പിണറായി വിജയനെ തിരുത്താൻ കഴിയില്ല. ഷൊർണൂർ കുളപ്പുള്ളി പാതയുടെ തകർച്ചയ്ക്കെതിരെ പ്രതിഷേധവുമായി CPM. PWD AEയെ ഉപരോധിച്ചു. കരാറുകാരനെ മാറ്റണമെന്നും പാതയുടെ തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നും ആവശ്യം. ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച തൃശൂർ മാടക്കത്തറ പഞ്ചായത്തിലെ സ്വകാര്യ പന്നി ഫാമിൽ കള്ളിംഗ് ആരംഭിച്ചു. നടപടി ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം. കള്ളിങ്ങിന് വിധേയമാക്കുന്നത് ഫാമിലെ 310 പന്നികളെ. മേഖലയിൽ ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ്. അഗളിയിൽ വീണ്ടും വൻ കഞ്ചാവ് ചെടിവേട്ട. എക്സൈസ് നടത്തിയ പരിശോധനയിൽ 81 തടങ്ങളിൽ നിന്നായി 604 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. വിപണിയിൽ 10 ലക്ഷത്തോളം മൂല്യമുള്ളതാണ് ഈ ചെടികളെന്ന് അധികൃതർ. തൃശൂർ അരിമ്പൂരിൽ സെന്റ് ആന്റണീസ് പള്ളിയിലെ ഗീവർഗീസ് സഹദയുടെ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ മോഷണം. തീർത്ഥകേന്ദ്രത്തിന്റെ ചില്ലു തകർത്ത് 100 ഗ്രാം തൂക്കമുള്ള 2 വിദേശ നിർമ്മിത കൊന്തമാലകൾ കവർന്നു. വിദ്യാർത്ഥികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റ പഴയന്നൂർ സ്വദേശി അറസ്റ്റ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.